Dear students, ഇന്ന് നമുക്കൊരു theorem discuss ചെയ്യാം. Theorem 7.3. Let X be a normed space over K, E be a non-empty convex subset of X, and Y be a subspace of X such that E intersection Y equal to 5. Then there is a closed hyperspace Z in X such that Y is contained in Z and E intersection Z equal to 5. Consequently, there is some f belongs to x dash where such that f of x equal to 0 for every x belongs to y but real part of f of x not equal to 0 for every x belongs to e. ഇവിടെ നമുക്ക് x ഒരു നോംഡ് സ്പേസ് ആണ് പറയുന്നുണ്ട്. ഈ ഒരു നോൺ എംപ്റ്റി കോൺവെക്സ് സബ്സെറ്റ് ഓഫ് x ആണ്. y ഒരു സബ്സ്പേസ് ഓഫ് x ആണ്. ഈ ഇന്റർസെക്ഷൻ y എന്ന് പറയുന്നത് phi ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഹൈപ്പർ സ്പേസ് Z എക്സിസ്റ്റ് ചെയ്യും. Y is contained in Z and E intersection Z equal to 5. അപ്പം ഈ ഇന്റർസെക്ഷൻ ദ ഹൈപ്പർ സ്പേസുമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു 5 കിട്ടും. അങ്ങനെയുള്ള ഒരു Z നെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. And consequently, there is some f belongs to x dash functional such that f of x equal to 0 for every x belongs to y but real part of f of x not equal to 0 for every x belongs to a. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. കുറച്ച് ലെങ്തി പ്രൂഫാണ്, അതുകൊണ്ട് 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ assume k equal to r, then by Son's lemma omega equal to set of all w. W is a subspace of x, y is contained in w and E intersection w equal to 5. Okay, അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഇതാണ് ഈ ഇന്റർസെക്ഷൻ w equal to 5 ആവുന്ന wsൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഇന്റർസെക്ഷൻ y equal to 5. So y belongs to this set. Okay, the inclusion w1 is contained in w2 for w1 and w2 in omega defines the partial order in omega. Then by Son's lemma, there is a maximum element z in omega, then z is a space of x, y is contained in z and E intersection z equal to 5. Okay, അപ്പം നമുക്ക് അറിയാവുന്ന വേറൊരു തിയറമാണ് എവരി ടോട്ടൽ ഓർഡേർഡ് ബൗണ്ടഡ് സബ്സെറ്റ് ഓർഡേർഡ് സബ്സെറ്റ് ഓഫ് ഒമേഗ ഹാസ് എ അപ്പർ ബൗണ്ട് ഇൻ ഒമേഗ. ഈ സെറ്റ് അത് നമ്മളിപ്പോൾ കണ്ടു, ഇത് ഓർഡേർഡ് സെറ്റാണ്. ആ സെറ്റിനകത്ത് എപ്പോഴും ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവും. ദെൻ ആ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അവിടെയുള്ള സെറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആ സെറ്റിലെ ആ ഒരു മാക്സിമം എലമെൻറ്റ് അതിനെയാണ് നമ്മളിവിടെ ഇസഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകേണ്ടത് നമുക്ക് ഈ ഇന്റർസെക്ഷൻ ഇസഡ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പം ഈ ഇന്റർസെക്ഷൻ ഇസഡ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യുവാണ് നമുക്കിവിടെ ഇസഡ് ഈസ് എ ഹൈപ്പർ സ്പേസ് എന്നാണ്. നമ്മൾ ആദ്യം വിചാരിക്കും ഇസഡ് ഈസ് നോട്ട് എ ഹൈപ്പർ സ്പേസ്. അപ്പോൾ ഹൈപ്പർ സ്പേസ് അല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അല്ല എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഇന്റർസെക്ഷൻ സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഇസഡിനെക്കാട്ടി വലിയൊരു എലമെന്റ് വരുന്നു. ആ എലമെന്റും ഈ നമ്മൾ ഇന്റർസെക്ഷൻ ഈക്വൽ ടു 5 വരുന്നു. അപ്പോൾ ഈ സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ട് എന്ന് പറയുന്ന ആ സെറ്റ് നമ്മുടെ ഈ ഒമേഗയിൽ വരുന്നു. ഈ ഒമേഗയിൽ ആ സെറ്റ് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇസഡിനെക്കാട്ടി വലിയ സെറ്റാണ്. സോ ഇസഡ് ഈസ് എ മാക്സിമം എലമെന്റ് എന്നുള്ളതിനെ നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സപ്പോസ് ഫോർ എ മൊമെന്റ് ഇസഡ് ഈസ് നോട്ട് എ ഹൈപ്പർസ്പേസ് ഇൻ എക്സ്. We shall show that there is some x naught in x with the x naught not belongs to z and E intersection span of z x naught equal to 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ഇസഡ് ഹൈപ്പർ സ്പേസ് അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർസെക്ഷൻ ഇസഡ് സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് പ്രൂവ് ചെയ്ത് ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരും. ഓക്കെ, കൺസിഡർ ദ സെറ്റ് എസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് യൂണിയൻ ഓഫ് ആർ ഇ r greater than 0. Then s and minus s is open in x.
നമുക്കറിയാം E is open ആണെങ്കിൽ RE is open, then union of RE is open, and so S is open and minus S is also open. Okay. അപ്പോൾ നമ്മൾ ഇനിയും പ്രൂവ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രൂവ് ചെയ്യുന്നത് S ഇന്റർസെക്ഷൻ മൈനസ് S ഈക്വൽ ടു 5 എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പം എസിലെ എലമെന്റ് എന്ന് പറയുന്നത് Z യൂണിയൻ RE ആണ്. സോ Z1 പ്ലസ് R1 X1 equal to minus Z2 minus R2 X2 for some Z1 Z2 in Z and X1 X2 in E and R1 greater than 0 and R2 greater than 0. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇതിനകത്തിൽ S intersection minus S is not equal to 5. So there exists some elements are same. ആ elements ആണ് Z1 plus R1 X1 and Z2 minus Z1 minus R2 X2. ഇത് മൈനസ് എസിലെ എലമെന്റ് ആണ്. സോ മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോട്ട് ഈക്വൽ ടു 5 എന്ന് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രണ്ട് എലമെന്റ്സിനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ R1 ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് R1 X1 പ്ലസ് R2. അതായത് നമ്മൾ ഈ Z1നെ അതായത് Z1 പ്ലസ് R1 X1 ഈക്വൽ ടു മൈനസ് Z2 പ്ലസ് മൈനസ് Z2 മൈനസ് R2 X2 എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ R1 X1 പ്ലസ് R2 X2 എന്ന് കൊണ്ടുവന്നു ഈക്വൽ ടു മൈനസ് Z1 മൈനസ് Z2 രണ്ട് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് അവിടെ നിന്നും മൈനസ് Z1 plus Z2 minus of Z1 plus Z2 by R1 plus R2 equal to R1 X1 plus R2 X2 by R1 plus R2 എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവന്ന് രണ്ടിടത്ത് R1 plus R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്ക് അതാണ്ട് ഇങ്ങനെ കിട്ടും. ദിസ് വൺ ബിലോങ്സ് ടു E intersection Z. കാരണം ഇതെന്ന് പറയുന്നത് ഇയിലെ എലമെന്റ് ആണ്. R1 X1 plus R2 X2 by R1 plus R2 is belongs to E. And that is Z1 plus Z2 by R1 by R2, that one belongs to Z. So this one belongs to E intersection Z. കാരണം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൂടി പറഞ്ഞാൽ ഇതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. R1 by R1 plus R2 into X1 plus 1 minus R1 by R1 plus R2 into X2. Okay, from E is convex, so this one belongs to E and this one belongs to Z. So this terms belongs to E intersection Z. Since E is convex and Z is a subspace, so it contradicts our assumption E intersection Z equal to 5. So നമ്മൾ S intersection minus S not equal to 5 എന്ന് എടുത്തപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ വന്നു. സോ നമുക്ക് പറയാം S intersection minus S is 5. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് S യൂണിയൻ മൈനസ് S is contained in Z complement എന്നാണ്. If possible, let Z2 equal to plus or minus Z1 plus R1 X1 for some Z1 Z2 belongs to Z and X1 in E. And R1 greater than 0. Z2 equal to നമ്മൾ എടുത്തത് പ്ലസ് ഓർ മൈനസ് Z1 പ്ലസ് R1 X1 ആണെന്നാണ്. സോ നമുക്ക് പ്ലസ് ഓർ മൈനസ് Z2 ഈക്വൽ ടു Z1 പ്ലസ് R1 X1 എന്ന് എഴുതാം. സോ X1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് Z2 മൈനസ് Z1 ബൈ X1 എഴുതാം. Again that one belongs to this one belongs to Z and this one belongs to X1 അല്ല E. So that one belongs to E intersection Z. Again contradict the fact that E intersection equal to 5. Okay. അപ്പം ഇതും നമുക്ക് എന്താ പറയാം, S യൂണിയൻ മൈനസ് S is contained in Z complement. ഓക്കെ, Z complemental അല്ല എന്നാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തത്. അപ്പോൾ കോൺട്രഡിക്ഷൻ വന്നു. അതുകൊണ്ട് നമുക്ക് again പറയാം S union minus S is contained in Z complement. Okay.
നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എസ് യൂണിയൻ മൈനസ് എസ് നോട്ട് ഈക്വൽ ടു ഇസഡ് കോംപ്ലിമെന്റ് അതർവൈസ് ഇസഡ് കോംപ്ലിമെന്റ് വിൽ ബി ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ടു നോൺ എംപ്റ്റി open subsets. This is impossible since Z complement is connected. നമ്മൾ already ഒരു ലെമ്മ പഠിച്ചിട്ടുണ്ട്. Okay. Hence there is some x naught belongs to x such that x naught not belongs to Z union S union minus S. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് S union minus S not equal to Z complement and S union minus S is contained in Z complement. അപ്പം ഈ സെറ്റിൽ ഉൾപ്പെടാത്ത ഒരു x നോട്ടിനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ മുമ്പേ ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇസഡിനെ ഹൈപ്പർ സ്പേസ് ആയിട്ടല്ല എടുക്കുന്നത്. സോ ഒരു സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ടും ഇയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ 5 ആകണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു എക്സ് നോട്ട് നമ്മൾ ചൂസ് ചെയ്തിരുന്നു. ആ എക്സ് നോട്ടാണ് ഈ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത എക്സ് നോട്ട്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ക്ലെയിം എന്ന് പറയുന്നത് ഈ ഇന്റർസെക്ഷൻ സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ട് ഈക്വൽ ടു 5 എന്നുള്ളതാണ്. ഓക്കെ. If possible, x equal to z plus t x naught. For some x belongs to E and z belongs to z and t belongs to R. Okay. From t equal to 0 ആയി കഴിയുമ്പോൾ x equal to z ആവും. So ഈ intersection z ൽ അത് വരും. Okay. t greater than 0 ആവുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും x not equal to minus z by t plus x by t എന്ന് എഴുതാം. Minus z by t plus x by t, that one is belongs to s. കാരണം എസിലെ എലമെന്റ്സ് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി t less than 0 ആകുമ്പോൾ again is x not equal to minus z by t plus x by t, that one belongs to minus s. Okay. അപ്പം t എങ്ങനെ വന്നാലും t equal to 0 വന്നാൽ ഇന്റർസെക്ഷൻ ഇസഡിലുണ്ട്, t less than 0 വന്നാലുണ്ട് ഈ സെറ്റിലുണ്ട്, അടിപൊളിയുണ്ട് ഈ സെറ്റിലുണ്ട്, then t greater than 0 വന്നാൽ എസിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുത്താലും നമുക്ക് കോൺട്രഡിക്ഷൻ വരും. സോ നമുക്ക് പറയാം ഈ ഇന്റർസെക്ഷൻ സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ട് ഈക്വൽ ടു 5. ഓക്കെ. Thus span of set Zx naught is an element of omega which is larger than Z. നമുക്കറിയാം എന്താണേലും ഇസഡിനെക്കാട്ടി വലുതാണല്ലോ സ്പാൻ ഓഫ് ഇസഡ് എക്സ് നോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇസഡ് ആണ് ഒമേഗയിലെ മാക്സിമൽ എലമെന്റ് എന്നുള്ളതിനെ നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്തു. ഓക്കെ. Hence Z must be a hyperspace in X. നമുക്ക് അങ്ങനെ മാക്സിമൽ എലമെന്റ് Z അല്ലാതെ വന്നത് നമ്മൾ Z ഹൈപ്പർസ്പേസ് അല്ല എന്ന് എടുത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു എലമെന്റ് വന്നതും ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതും. അതുകൊണ്ട് നമുക്ക് Z എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈപ്പർസ്പേസ് ആയിരിക്കണം. Since E is non-empty open set in X and E intersection Z equal to 5, then it follows that closure Z bar R of Z cannot be equal to X. നമുക്ക് നേരത്തെ അത് തിയറം ഉള്ളതാണ്. As Z is contained in Z bar is contained in X and Z is a hyperspace. അതുകൊണ്ട് Z bar equal to Z എന്ന് വരും. That is Z is closed. Okay. അപ്പം Z bar ഒരിക്കലും എന്താകാൻ പറ്റത്തില്ല, X ആവാൻ പറ്റത്തില്ല. അപ്പം Z is the maximal set ആണ് നമ്മൾ പറഞ്ഞു. അപ്പം അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരാൾ ഉണ്ടാകാൻ പാടില്ല. സോ Z equal to Z bar ആയിരിക്കും. സോ അപ്പോൾ Z equal to Z bar ആയതുകൊണ്ട് that one is closed. ഓക്കെ. അപ്പം നമ്മൾ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷനുടെ കാര്യമാണ്. നോക്കാം. There is നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. There is a linear functional f from x to r such that Z of f equal to Z. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു നമ്മുടെ ഒരു നമ്മൾ പഠിക്കുന്നതിന് മുമ്പുള്ളതാണ്. ഓക്കെ. എക്സ് ബിലോങ്സ് ടു ഇതൊരു നിങ്ങൾ നോക്കിയാൽ മതി. 2.5 ബിയിലുണ്ട്, ടെക്സ്റ്റിംഗ് ഇടയിലുണ്ടല്ലോ. Now x belongs to y implies x belongs to Z, that is f of x equal to 0 and x belongs to E implies that x not equal to Z, then f of x not equal to 0.
അപ്പോൾ നമ്മളിവിടെ Z എന്ന് പറയുന്ന hyperspace ആണ് of non-linear space X. Then there is a linear functional f on X such that Z of f equal to Z നമ്മളെടുത്തു. Then നമ്മളൊരു linear functional define ചെയ്യുന്നത് f from X to R with Z of f equal to Z. Then now X belongs to Y ആണെങ്കിൽ X belongs to Z ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് Z is the maximum element. That is f of x equal to 0. And x belongs to E implies x not belongs to Z. X E ഉണ്ടെങ്കിൽ x Z ഇല്ല. കാരണം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് E intersection Z is 5. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് വരത്തില്ല? f of x equal to 0 വരത്തില്ല. That is f of x not equal to 0 ആയിരിക്കും. We have a linear functional f on x is continuous if and only if Z of f is closed in x. അത് നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. Okay, that is f is continuous. Then real part of f of x is not equal to 0 for x belongs to E. കാരണം f of x E ൽ വരുന്ന സമയത്ത് not equal to 0 ആണ്. So real part is f of x is not equal to 0. Thus the theorem is true in the case of k equal to r. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് k equal to c. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ k എന്ന് പറയുന്നത് ഒന്നുകിൽ c അല്ലെങ്കിൽ r ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മളത് പറയുന്നുണ്ട്. Regarding x as a linear space over R, we find a continuous real functional u from x to R such that u of x equal to 0 for all x belongs to y and u of x not equal to 0 for x belongs to E. അപ്പോൾ നമുക്ക് നമ്മൾ റിയൽ ലീനിയർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് u from x to R with the property u of x equal to 0 for x belongs to y. നമുക്കറിയാം നേരത്തെ അങ്ങനെ തന്നെയാണ്, y ഉണ്ടെങ്കിൽ അത് 0യും E ഉണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു 0യുമാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ലെമ്മ പഠിച്ചിരുന്നു. യു എക്സ് എന്ന് പറയുന്നത് റിയൽ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ഒരു കോംപ്ലക്സ് ലീനിയർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ അതിനെ വിളിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് എക്സ് മൈനസ് ഐ യു ഐ എക്സ് എക്സ് ബിലോങ്സ് ടു എക്സ് സോ ദാറ്റ് എഫ് ഫ്രം എക്സ് ടു സി ഈസ് കോംപ്ലക്സ് ലീനിയർ. So u is continuous, so clearly f is continuous. X belongs to y implies ix belongs to iy. Iy എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y is a subspace, so that one equal to y. Hence f of x equal to 0 minus I into 0 equal to 0. കാരണം y ൽ വരുമ്പോൾ അത് 0 ആയിരിക്കും. u is 0 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി x belongs to E implies real part of f of x equal to u of x, that one not equal to 0. Okay. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റിയൽ പാർട്ട് എന്തായിട്ട് വന്നു? നോട്ട് ഈക്വൽ ടു 0. Therefore നമുക്ക് പറയാം there is a linear function f such that z of f equal to z. This is a closed hyperspace of x over C such that y is contained in z and A intersection z equal to 5. Okay. Thank you.